പാക് കസ്റ്റഡിയിലുള്ള BSF ജവാന്റെ ഭാര്യ പഞ്ചാബിലെ പഠാൻകോട്ടിലേക്ക് അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാൻ പൂനം ഷാ കഴിഞ്ഞ 5 ദിവസമായി പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. TG സജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സജിത്ത്, ഫ്ലാഗ് മീറ്റിംഗ് അടക്കം നടത്തിയിട്ടും ഇതിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ജവാനെ കസ്റ്റഡിയിൽ തുടർ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. അതിനിടെ വളരെ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിർത്തിയിലും സംഭവിക്കുന്ന സമയമാണ്. ഒരു ബൈലാറ്ററൽ ബന്ധം തന്നെ വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ആശങ്കയിൽ കൂടിയാണോ BSF ജവാന്റെ ഭാര്യ കൂടി പഞ്ചാബിലേക്ക് കടന്നിരിക്കുന്നത്? നടക്കുന്നത് എന്താണ്? അപർണ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. അതായത് പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ BSF ജവാൻ തിരോധാനം വാർത്തയിൽ നിറഞ്ഞത്. പിന്നീടാണ് ഈ BSF ജവാൻ പാക് കസ്റ്റഡിയിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുന്നത്. പക്ഷേ പലവട്ടം അതിർത്തിയിൽ BSF ജവാന്മാർ തമ്മിൽ ഈ ഫ്ലാഗ് മീറ്റിംഗ് വിളിച്ച് അനുരഞ്ജനത്തിലൂടെ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അത് ഇതുവരെയും വിജയം കണ്ടിട്ടില്ല. കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. ഇതിനൊടുവിലാണ് ഇപ്പോൾ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള സംഘം ഇപ്പോൾ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പുറപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ്. കഴിഞ്ഞ ദിവസം BSF ചീഫ് അടക്കം ഇക്കാര്യത്തിൽ സർക്കാരുമായുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇനി എന്ത് നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയും എന്ന കാര്യങ്ങളിലൊക്കെ ആലോചന നടത്തിയിരുന്നു. സങ്കീർണമായ സാഹചര്യം ഇങ്ങനെ കൂടിയാണ്. അതായത് പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിസങ്കീർണമായ പ്രശ്നമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഫ്ലാഗ് മീറ്റിങ്ങുകൾ ഗുണം ചെയ്യില്ല എന്ന തരത്തിലേക്ക് തന്നെ മാറുന്നു. ഇതുകൊണ്ടുകൂടിയാണ് ഈ BSF ജവാന്റെ പാക് കസ്റ്റഡിയിലുള്ള ജവാന്റെ മടങ്ങിവരവ് വൈകുന്നതിന് കാരണം. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇതിൽ നയതന്ത്ര നീക്കങ്ങൾ പലവട്ടം നടത്തിക്കഴിഞ്ഞു. പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല എന്നതാണ് സാഹചര്യം. കുടുംബം വലിയ ആശങ്കയിലാണ്. ആ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തൻ്റെ ഭർത്താവിനെ മടക്കി കൊണ്ടുവരാൻ തങ്ങൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം. എന്തായാലും വളരെ വൈകാരിക രംഗങ്ങൾ കൂടിയാണ് ആ BSF ജവാന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവുന്നത്. എന്തായാലും ഭാര്യയും കുടുംബാംഗങ്ങളും അടക്കമുള്ളവരാണിപ്പോൾ അതിർത്തിയിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയാണ് സജിത്ത്. ഒപ്പം തന്നെ BSF ജവാന്റെ ഭാര്യ പഠാൻകോട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനിടെ